എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇക്കാൻ്റെ തറവാട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഇത് സ്ഥലം ചിറ്റണ്ടയാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഇക്കാൻ്റെ തറവാട്ടിൽ പക്ഷേ ആരും താമസിക്കുന്നൊന്നുമില്ല. 4-5 വർഷമായിട്ട് പൂട്ടിക്കെടുക്കുകയാണ്, അതുകൊണ്ട് കാടൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളിവിടെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത് ആക്ച്വലി ഷോർട്ട് ഫിലിമിൻ്റെ 2ാം ഭാഗമാണ്. അപ്പം ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഹക്സ് മീഡിയയുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് നോക്കിയാൽ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ പറ്റും. ഇതൊരു ഹൊറർ ഷോർട്ട് ഫിലിമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാനും കൂടെ വന്നതാണ്. കുറേ നാളായിട്ടുണ്ടായിരുന്നു എൻ്റെ തറവാട്ടിലൊക്കെ വന്നിട്ട്. അപ്പം സ്ഥലമൊക്കെ ഒന്ന് കാണും ചെയ്യാം, നിങ്ങളെ കാണിക്കാം, വ്ളോഗും എടുക്കാം എന്നൊക്കെ ഒരു ഉദ്ദേശത്തിൽ വന്നതാണ്. നമ്മുടെ ഷോർട്ട് ഫിലിമിലെ നായകന്മാരൊക്കെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറകെ പോവാം. അതിനെ കൊണ്ടുവരായിരുന്നു, പക്ഷേ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നാളായിട്ട് പൂട്ടിക്കെടുക്കുകയാണ് വീട്. അതുകൊണ്ട് തന്നെ നല്ല കാട് പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ കൊണ്ടുവന്നാൽ അവിടെ ഇരിക്കാനും ഒന്നും സ്ഥലം ഉണ്ടാവില്ല. പിന്നെ അവന് നമ്മൾക്ക് അങ്ങ് ഇറക്കി വിടാനും പറ്റില്ല, ചിലപ്പോൾ വല്ലതും പ്രാണികൾ എന്തോ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവനെ ഞാൻ കാൻ്റെ ഉമ്മാൻ്റെ അടുത്താക്കിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷെ അവന് വന്നാൽ അവിടെ കണ്ടാൽ നല്ല ഇഷ്ടമാകുമായിരുന്നു. നിറയെ ആടുകളും കുറേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ. പക്ഷെ അവനെ കൊണ്ടുവന്നില്ല. നമ്മുടെ ഷോർട്ട് ഫിലിമിലെ നായകന്മാർ അവിടെ കാര്യമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറാമാൻ ഇവിടെ മരത്തിന് പുറകിലിരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് കട സിസ്റ്റേഴ്സും പിന്നെ കട മാമൻ്റെ മക്കളും കുഞ്ഞുമാടെ മക്കളും എല്ലാവരും ജനിച്ച് വളർന്ന തറവാട്. എത്തിയിട്ടില്ല കേട്ടോ, പോകുന്ന വഴി അത്. ഇവിടെ ആക്ച്വലി ഒരു കുളമൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാതും ഇങ്ങനെ പായലൊക്കെ കെട്ടിക്കെടുക്കുകയാണ്. പക്ഷെ ഇവിടെ നല്ല എന്താ പറയുക, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പം താമസമില്ലാണ്ടാണ് ഇങ്ങനെ ആയിട്ട് ആയത്. ഇത് മീൻ വളർത്താൻ വേണ്ടിയിട്ട് ഇവർ മാമൻ ഉണ്ടാക്കിയ കുളമാണിത്. ആക്ഷൻ. ഈ ചാലിയിൽ കൂടെ അല്ലേ ഒക്കെ പറഞ്ഞ മഴയത്തൊക്കെ വെള്ളം മീനൊക്കെ ഉണ്ടാവുന്നു. നീന്തല് പഠിച്ചുന്നേ, വെള്ളം കണ്ട പേടി. ഇവിടുന്നല്ലേ എന്തോ വള്ളിയുമ്പോ ഞാൻ എന്നിട്ട് ഇങ്ങനെ വരുമ്പോ ആ ആ ആ ഏതില് വന്ന് ചാടും? ആ ആ അത് ശരി. മാമല്ലേ കുളം ഉണ്ടാക്കി? ഇവിടുന്ന് നമുക്ക് ഒരു പാളം എടുത്തോണ്ട് പോവാ, ഹാദീനെ എടുത്തിട്ട് വലിക്കാൻ. ഞാൻ സ്റ്റൂളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കാനൊന്നും ആൾ താമസമില്ലാത്തതുകൊണ്ട് സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊന്തേൽക്കൊന്നും പോകരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. ആ കാണുന്ന ഓടിട്ട് വീടാണ് ഇവരുടെ തറവാട് കേട്ടോ. ഇത് തറവാട്ടിലേക്ക് പോകുന്ന വഴിയാണ്.
മുസമ്മിൽ ഫീലിന് വേണ്ടിയിട്ട് പോക്കറ്റിൽ ഈ പ്രേതത്തിൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് BGM ഒക്കെ ഇട്ട് വെച്ചിരിക്കാണ് ഫീലിന് അത്ര പേടി ഫീൽ വരാൻ വേണ്ടിയിട്ടാണല്ലോ. ഭയങ്കര ഡിസ്കഷനിലാണ്, എക്സ്പ്രഷൻസ് ആണെന്ന് തോന്നുന്നു ഡിസ്കസ് ചെയ്യുന്ന. ഷോർട്ട് ഫിലിം എടുക്കുന്ന ഡയറക്ടർക്ക് സത്യത്തിൽ പ്രേതങ്ങളെ ഭയങ്കര പേടിയാണ്. പക്ഷേ പ്രേതങ്ങളുടെ പടേ കാണൂ. ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിൽ പ്രേതങ്ങളുടെ ഷോർട്ട് ഫിലിമേ ചെയ്യൂ. എന്നിട്ട് പിന്നെ ഒരാഴ്ച ഉറക്കണ്ടാവില്ല. ഈ ചെടികളൊക്കെ പണ്ടത്തെ തറവാടുകളിലെ വലിയ വലിയ പറമ്പുകളുള്ള വീടുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അലങ്കാര ചെടികളായിട്ട്. ഇപ്പോഴത്തെ പോലത്തെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഒന്നുമല്ല. ഇതേ ആ കാണുന്ന ചെടിയില്ലേ, എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വീടുകളിലൊന്നും ഇങ്ങനത്തെ ചെടികളില്ലല്ലോ. അതിഭയങ്കരമായ ഷോട്ടുകളുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ നിന്ന് കൊടുന്ന സ്റ്റൂളിട്ട് ഇരിപ്പായി. നമ്മൾ ഇതുവരെ വഴിയിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ അവിടേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. വഴികളിലുള്ള ഓരോരോ ഷോട്ടുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടാവാടി എന്നെ തൊട്ടാവാടി ഇല്ലേ ഇത്? ആ വാടി പ്രേതത്തിൻ്റെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ കോസ്റ്റ്യൂമൊക്കെയാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ മഫ്തയാണ് കേട്ടോ, പർദ്ദൻ്റെ. ഇടാനറിയുന്നില്ല ഫിസിന്, ചിരിക്കാൻ വയ്യ. അയ്യോ ആ അപ്പൊ ശരി ഇവിടെ ശരിയായത്. ഇനി എന്ത് ചെയ്യണ്ടേ? ഞാൻ നടന്നാ പോരെ? ഫ്രണ്ടിൽ നോക്കണം. അപ്പൊ നിന്റെ ബാക്കിൽ കൂടെ പാസ് ആവണം ശരിക്കും. കിട്ടിയ ഇതിട്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മായി എങ്ങനെയൊക്കെയാണ് ഇതിട്ടിട്ട് നടക്കണെന്ന്. ഓരോ ഷോട്ട് തുടങ്ങും, ഞാൻ അവിടെ ഇരിക്കും. ഷോട്ട് കഴിയും, ഞാൻ എൻ്റെ സ്റ്റൂൾ എടുക്കും, പോവും. അവരുടെ പിന്നാലെ പോവും. എന്തിനാ അവൻ കണ്ടിട്ട് തിരിഞ്ഞു നോക്കണെന്നാ പറയണ. അതവ അറിയണേ ഇല്ലാന്ന്, പ്രേക്ഷകര് മാത്രം അറിഞ്ഞാ മതി. അതവിടെ എഫക്റ്റ് കൊടുക്കുമ്പോ ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഇവൻ എവിടെ ഇരിക്കണ്? തക്കു ലെഫ്റ്റിൽ അവിടെ ഉള്ളത്. എന്റെ വ്ളോഗ് ഒരു പ്രേതം പോലെ ആയിരുന്നു. ആകെ മൊന്തയും കാടും. സ്പൈഡർമാനാവും. ശരിക്കുള്ള പേടി വന്നു മുസമ്മല്ലേ. നമ്മളെ ആക്ച്വലി ഏതോ ഒരു സിനിമ എസ്ര ഷൂട്ട് ചെയ്യുമ്പോ ആകെ അവിടെ അപശകുനങ്ങൾ കണ്ട് ശരിക്കും പ്രായം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ല. എന്ന പോലെ ആവും ഇപ്പൊ. ആ അതാ ഒരു പ്രൊമോഷന് വേണ്ടി പറഞ്ഞതായിരിക്കും. അങ്ങനെ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ പാക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പ്രാതം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാതം വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഭിനേതാക്കളൊക്കെ പുറകിൽ ക്ഷീണിച്ച് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ലൈറ്റും കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് അധികം നിൽക്കാണ്ട് പോവാം. ഹാദീനെ അവിടെ ഒറ്റക്കാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഷൂട്ട് ചെയ്ത നമ്മുടെ പ്രേതത്തിൻ്റെ വീഡിയോ ഷോർട്ട് ഫിലിംസ് കാണണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക്സ് ഇതേ ഈ സൈഡിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും അത് പോയി നോക്കണം, കാണണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.